ഡൽഹിയിൽ സമരം ചെയ്ത CJP അല്ലെങ്കിൽ വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളെ വളരെ മോശമായിട്ട് അധിക്ഷേപിച്ചുകൊണ്ട് TG മോഹൻദാസ് രംഗത്ത് വന്നിരുന്നു. TG മോഹൻദാസ് പറഞ്ഞ വാക്കുകൾ നമുക്ക് പിന്നെ നോക്കാം. അതിനു മുമ്പ് TG മോഹൻദാസ് പറഞ്ഞു പിറ്റേന്ന് തന്നെ നടപടി എടുക്കാൻ കേസെടുത്തിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി നേരിട്ട് ഇടപെട്ട് കേസെടുത്തിരിക്കുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് കാലത്താണെങ്കിൽ ഒരു കാര്യം എന്തെങ്കിലും ആരെങ്കിലും അധിക്ഷേപിച്ചാലോ എന്തെങ്കിലും വിമർശിക്കുകയല്ല, മോശമായിട്ട് പരാമർശിച്ചാലോ സ്ത്രീകളെയൊക്കെ അധിക്ഷേപിച്ചു സംസാരിച്ചാലോ നടപടി എടുക്കാൻ വളരെയേറെ വൈകുമായിരുന്നു. കാരണം ഒരു എന്തെങ്കിലും വിവാദമായി കഴിഞ്ഞാൽ നടപടി എടുക്കുന്നില്ല എന്നുള്ള ആരോപണമൊക്കെ വന്ന് അങ്ങനെയൊക്കെ പ്രതിഷേധങ്ങളൊക്കെ വരുമ്പോൾ മാത്രമാണ് എന്തെങ്കിലും നടപടി എടുക്കുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇപ്പൊ TG മോഹൻദാസിനെതിരെ കേസെടുക്കാൻ വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നു. ഇതിനു മുമ്പ് ശ്രീനാദേവി കുഞ്ഞമ്മയെ പലതവണ അധിക്ഷേപിച്ചതിന്റെ പേരിൽ രാജൻ ജോസഫിനെതിരെ അത് ഒരു ദിവസം അറസ്റ്റ് ചെയ്തു, പിറ്റേന്ന് വീണ്ടും ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും അധിക്ഷേപിക്കുന്നു, അപ്പൊ വീണ്ടും അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ തുരുതുര സംഭവങ്ങളുണ്ട്, നിരവധി സംഭവങ്ങളുണ്ട്. പിന്നെ അതുപോലെ CPM നേതാവ് PK ശ്രീമതിക്കെതിരെ യൂട്യൂബ് ചാനലിൽ മോശം വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് പിറ്റേന്ന് തന്നെ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇങ്ങനെയൊക്കെ നടപടി എടുക്കുന്നു. അപ്പൊ ഇത് ഭരണം മാറി ഇത് ആരും അറിഞ്ഞിട്ടില്ല, ഈ അധിക്ഷേപിക്കുന്നവർ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും കൃത്യമായൊരു നടപടിയാണ് UDF സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇങ്ങനെയുള്ളവർക്കെതിരെ ഒരു നടപടി തന്നെ വേണ്ടേ എന്നുള്ളതാണ്. തീർച്ചയായും നടപടികൾ എത്രയും വേഗം എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം പറയും. ഇതൊന്നും നാക്കുപിഴയായി നമുക്ക് കണക്കൂട്ടാൻ കഴിയുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇപ്പൊ ശ്രീനാഥ് ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് പണ്ടുകൊണ്ടേ പറയുന്നവരാണ്. ഈ TG മോഹൻദാസ് ഒക്കെ മുമ്പും പലതും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഒരു നടപടി അതിപ്പോ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ കാര്യം എടുത്താലും രാജൻ ജോസഫ് ആദ്യമായി അധിക്ഷേപിച്ച ആളൊന്നുമല്ല ശ്രീനാദേവി കുഞ്ഞമ്മ. പിന്നെ അവരൊരു സ്ത്രീ ആയതുകൊണ്ട് അവർ പരാതി നൽകി. പല ആളുകളും അയാൾ അവിടെ ഇരുന്ന് പറയട്ടെ, ഞങ്ങൾ ഇതിന് പരാതി നൽകണം എന്നൊരു ആറ്റിറ്റ്യൂഡാണ് എടുത്തിട്ടുള്ളത്. എന്നാൽ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായതിനു ശേഷം എല്ലാ കേസുകളും വളരെ പെട്ടെന്ന് എടുക്കും. അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു കാര്യം, വെള്ളാപ്പള്ളി നടേശനെ ഇത്തരത്തിന് വെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയത പറഞ്ഞത് UDFന്റെ കാലത്തായിരുന്നെങ്കിൽ പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞു കേസെടുക്കുമായിരുന്നു. പണ്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾക്ക് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല കേസ് എടുത്തിട്ടുമുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള ചരിത്രമുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. അതുപോലെ തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വേണം ഏത് സർക്കാരും മുന്നോട്ട് പോകാൻ. ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഏറ്റവും വിശ്വാസം ഉണ്ടാകേണ്ട വകുപ്പാണ്. ജനങ്ങൾ ഏതൊരു ആശ്രയത്തിനും പോകേണ്ട വകുപ്പാണ്. അതെ, ഇപ്പോ ഒരാളെ ആരെങ്കിലും അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നടപടി ഉണ്ടാവുന്നുള്ള ഒരു ചിന്ത അവർക്കൊരു വിശ്വാസമുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുള്ളത് അല്ലേ? അത് ഉറപ്പായും ഉണ്ടാകും. ഇപ്പോൾ അധിക്ഷേപം പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ സൈബർ ലോകത്ത് അധിക്ഷേപം നേരിടുന്ന സ്ത്രീകൾ ഒരുപാടാണ്. പല കാര്യങ്ങളാണ് പുരുഷന്മാർ നേരിടാറുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ കൂടി സൈബർ അറ്റാക്ക് ഒരുപാട് സ്ത്രീകൾ നേരിടുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഒരു ധൈര്യമാണ്, പരാതിപ്പെട്ടാൽ നിയമ നടപടി ഉണ്ടാകും. അതുപോലെ തന്നെ സൈബർ ആക്രമണത്തിന് തുനിയുന്ന പുരുഷന്മാർക്ക് ഒരു ഭയമാണ്, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ വായി വരുന്നത് എന്തും പഴയതുപോലെ വിളിച്ചു പറയാനാകില്ല, പോലീസ് വീട്ടിലെത്തും എന്നുള്ളൊരു തോന്നലുണ്ടാകും. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. പിന്നെ മറ്റേത് ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന ഒരു സ്ത്രീ ആയിരുന്നു. ആ സ്ത്രീ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഇവിടെ ഒരു സ്ത്രീയല്ല. അദ്ദേഹം പറഞ്ഞ രീതി എന്താണ്? അല്ലെങ്കിൽ CJP സമരം ചെയ്യുന്നു, യുവാക്കൾ തെരുവിൽ ഇറങ്ങുന്നു. വെറുതെ യുവാക്കൾ ഒരു ആവശ്യവുമില്ലാതെ പോയി തെരുവിൽ കിടന്നതല്ല, അവരുടെ ആവശ്യം ന്യായമുള്ളതായിരുന്നു. അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ സർക്കാരിന് വീഴ്ച പറ്റിയത് കൊണ്ട് തന്നെയാണ് സമരവുമായി അവർക്ക് തെരുവിൽ ഇറങ്ങേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒരു മികച്ച സർക്കാർ ആയിരുന്നു, എവിടെയും തെറ്റുപറ്റിയില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും സമരവുമായി അവർ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യമില്ലായിരുന്നു. അപ്പൊ തെരുവിലേക്ക് ഇറക്കിയത് സർക്കാരിന്റെ വീഴ്ചകളാണ്. ആ വീഴ്ചകളെ ഒരിക്കലും BJPക്കാരും കരുതിയിരുന്നില്ല ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പല സൈബർ ഹാൻഡിലുകളും ആദ്യം മുതൽ അവസാനം വരെ അങ്ങ് ഡൽഹിയിൽ നടക്കുന്ന സമരത്തിൽ കേരളത്തിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള സമരത്തെ പോലും താരതമ്യം ചെയ്തതും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട കാര്യമില്ല, ഉദ്യോഗസ്ഥരാണ് തെറ്റ് ചെയ്തത്, ഉദ്യോഗസ്ഥർ മാത്രം അതിൽ നിലപാടെടുത്താൽ മതി എന്നൊരു അഭിപ്രായം പറയുകയും ചെയ്തു. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാവുകയും പ്രധാനമന്ത്രിക്ക് പോലും ഇനി എന്റെ കസേര പോലും തെറിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി രാജിവെക്കുന്നത്. മന്ത്രി രാജിവെച്ചപ്പോൾ BJP ഹാൻഡിലുകൾ പറഞ്ഞത് എന്താണ്? രാജിവെച്ചതാണ്, അല്ലാതെ ആരും വെപ്പിച്ചതല്ല എന്ന് പറയുന്നു. പിന്നീട് ഏറ്റവും അധിക്ഷേപകരമായിട്ടുള്ള RSS പോലെ തന്നെ തള്ളിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ശരിയല്ല. അയാളുടെ വാക്കുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കണം. ഇത് എന്റെ കയ്യിലാണ് ഈ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ, അതായത് ഡൽഹിയിലെ സമരം നിയന്ത്രിക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ അവിടെ ഒരു കർഫ്യൂ പ്രഖ്യാപിക്കും, ആ 4 കിലോമീറ്റർ വരെ. എന്നിട്ട് സമരക്കാർക്കെതിരെ 3 പ്രാവശ്യം പറയും, പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടും. പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ വെടിവെക്കും. വെടിവെക്കുന്നതിൽ കുറെ ചിതറി ഓടുന്നതിൽ കുറെ പേര് മരിക്കും,
കുറെ പേർക്ക് പരിക്കേൽക്കും, കുറെ പേര് അംഗഭംഗം സംഭവിക്കും, എന്നിട്ട് കുറെ പേര് ആശുപത്രിയിൽ എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല മറ്റേ സ്ത്രീകൾക്കെതിരെയും പറയുന്നുണ്ട്. അല്ല, അതിന്റെ അകത്ത് പറയേണ്ടത് അദ്ദേഹത്തിനാണ് ഏൽപ്പിച്ചിരുന്നതെങ്കിൽ ഏകദേശം സമാന രീതിയിൽ കർഫ്യൂ ഒന്നും പ്രഖ്യാപിച്ച് വെടിവെച്ചില്ലെങ്കിലും ഒരിക്കലും സമരക്കാരെ നേരിടേണ്ട ഒരു മര്യാദ രീതിയിലോ അല്ല പോലീസ് പോലും നേരിട്ടത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒക്കെ നയങ്ങളും ആണ് BJPയുടെ വക്താക്കളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് തന്നെ പറയേണ്ടി വരും. അല്ലാതെ ഇപ്പൊ പോലീസുകാർ വളരെ ബഹുമാനത്തോടു കൂടി സമരക്കാരോട് എങ്ങനെയാണ്, അല്ലെങ്കിൽ പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിലാണ് ഇത്തരം സമരം ചെയ്യുന്ന ആളുകളെ പോലീസ് ഈ രീതിയിൽ കൈകാര്യം ചെയ്തത്. അതേ രീതി തന്നെയാണ് ഇപ്പൊ കേന്ദ്ര സർക്കാരും പിന്തുടരുന്നത്. അപ്പൊ ഇദ്ദേഹം പറഞ്ഞതുപോലെ വെടിവെച്ചില്ല എന്നേ ഉള്ളൂ, പല ആളുകളെ ഉപദ്രവിച്ചു, പല ആളുകളും ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു ശൈലി, പിന്നെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവരാണ് സമരത്തിന് പോകുന്നതെന്ന്. എന്താണ്, സമരം ചെയ്ത് സ്വാതന്ത്ര്യം വാങ്ങിയ ഒരു രാജ്യത്ത് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സർക്കാരിനെതിരെ സമരം ചെയ്യുമ്പോൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് സമരത്തിന് പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിനോട് എന്താണ് പറയേണ്ടത്? ആരാണ് ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആളുകൾ? അല്ലെങ്കിൽ സ്ത്രീകൾ, ഏതെങ്കിലും ഒരു സ്ത്രീ പറയും എന്നെ ഒന്ന് പോലീസുകാരെ പിൻവലിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സംഭവിക്കും എന്ന് അറിയില്ല. കാരണം അവർക്ക് അതായത് സമരക്കാർ മാത്രമാണ് അവിടെ എങ്കിൽ അവർ തമ്മിൽ ബലാത്സംഗം ചെയ്തോളും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇത്? ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതിനുള്ളത്. ഇത് അദ്ദേഹത്തിന്റെ ചിന്താഗതിയുടെ പ്രശ്നമാണോ? അല്ലെങ്കിൽ തെരുവിൽ സർക്കാരിനെതിരെ സമരം ചെയ്യാൻ വരുന്നവരൊക്കെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആളുകളാണോ? ഇനി അത്തരം ഒരു ആവശ്യത്തോടു കൂടി സമരപന്തലിലേക്ക് അല്ലെങ്കിൽ സമരം ചെയ്യുന്ന സ്ഥലത്തേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ സ്ത്രീകൾക്കെതിരെ എന്തും പറയാം. അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് എന്ത് നാറിയ രാഷ്ട്രീയവും അല്ലെങ്കിൽ എന്ത് നാറിയ വാക്കുകളും സ്ത്രീകൾക്കെതിരെ പറയാമെന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ടാവുമല്ലോ. സ്വാഭാവികമായും BJPക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറ്റുക എന്നുള്ളതാണ് അവർ പ്രധാനമായി നോക്കുന്നത്. കാര്യം അവരൊരിക്കലും വിചാരിച്ചില്ല മോദി എഫക്ട് അത്രയും വലിയ ഒരു രീതിയിൽ വലിയൊരു ഇമേജായി കൊണ്ടുപോയെടുത്തേക്കാണ് രാജിവെക്കേണ്ടത്. വിദ്യാഭ്യാസ മന്ത്രിക്കും രാജിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു. അതിനുശേഷം പറയുന്നത് ഇപ്പൊ RSS തള്ളിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഒന്നുകിൽ ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഒക്കെ പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് പുറത്താക്കണം. പോസ്റ്റുകളൊന്നും ഇല്ല എന്നാണ് RSS പറയുന്നത്. അല്ല, RSS തന്നെ ഇതിനെതിരെ സംസാരിക്കണം. ഇദ്ദേഹം പറഞ്ഞത് ശരിയല്ല. ഇദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയണം. സത്യത്തിൽ മാപ്പ് പറയില്ല, ഇദ്ദേഹത്തെ പിടിച്ച് ജയിലിലിടുകയാണ് വേണ്ടത്. സമരം ചെയ്ത് ആ സമരം വിജയിക്കുകയും ചെയ്തു. പരാജയപ്പെട്ട സമരമാണെങ്കിൽ ലൈംഗികമായി പോലീസുകാർ പോലും മോശമായിട്ടുള്ള രീതിയിൽ സ്ത്രീകളോട് പെരുമാറിയിട്ടുണ്ടെന്ന് തന്നെയാണ് അവിടുന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ. പക്ഷെ അവർക്ക് ബലാത്സംഗം ചെയ്യപ്പെടാൻ വേണ്ടി വന്ന ആളുകളാണ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായ രീതിയല്ല. അപ്പോ കേന്ദ്രം ഭരിക്കുന്നത് BJP ആയതുകൊണ്ട് BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്ന് പറയാമെന്നൊരു ധാരണ ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കില്ല എന്ന് കൂടിയാണ് ആഭ്യന്തര വകുപ്പ്. സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ഇതിനെതിരെ ഇയാളുടെ ഈ പ്രസ്താവനക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം മൃഗങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് അതുപോലെയുള്ള ഒരു പരാമർശമാണ് ഇദ്ദേഹം നടത്തിയത്. അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കണം, കേസ് എടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുടെ മകൻ ഏത് വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാലും അതിപ്പോ ആരഭിപ്രായം പറഞ്ഞാലും രണ്ട് പക്ഷമായത് തിരിയുന്ന ഒരു രീതിയുണ്ട്. CJPയുടെ സമരവുമായി ബന്ധപ്പെട്ട് പല യുവതാരങ്ങളും ഒക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ പല ആളുകളും അവരെന്തുകൊണ്ടത് പറയുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വീഴ്ച പറ്റിയെന്നല്ല ചിന്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്ക് രാഷ്ട്രീയ പശ്ചാത്തലമില്ല. ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാൻ രാഷ്ട്രീയ പശ്ചാത്തലമൊന്നും വേണ്ട. സമരക്കാരെ പോലീസ് നേരിടുന്ന രീതി, അവരെന്തിനാണ് സമരം ചെയ്യുന്നത്, ഇത്രയും കാര്യം അറിഞ്ഞാൽ എനിക്കും അഭിപ്രായം പറയാം, ചേട്ടനും അഭിപ്രായം പറയാം, ആർക്കും അഭിപ്രായം പറയാം. ഇപ്പൊ മോഹൻലാലിന്റെ മോൾ അഭിപ്രായം പറയുമ്പോൾ മേജർ രവിയുടെ തിരുത്താൻ വരുന്നു. അവരുടെ ആരുടെയും തിരുത്തലിന്റെ ആവശ്യമില്ല. മേജർ രവി പറയുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായമാണ്, വിസ്മയ പറയുന്നത് വിസ്മയുടെ അഭിപ്രായമാണ്. അപ്പൊ അഭിപ്രായം പറഞ്ഞാൽ ആദ്യം BJPക്കാർ ചോദിക്കുന്നത് PSCയിൽ എന്തുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറഞ്ഞില്ല? ഇപ്പൊ PSCയിൽ അഭിപ്രായം പറഞ്ഞാൽ ഇവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അഭിപ്രായം ആർക്കും പറയാം. പക്ഷെ അഭിപ്രായം പറയുന്നവർ, CJPയെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും മറ്റൊരു രാജ്യവിരുദ്ധരും BJPക്ക് അനുകൂലമായി പറയുന്നവരൊക്കെ രാജ്യസ്നേഹികളുമാണ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡാണ് ആദ്യം മാറേണ്ടത്. ഇത്തരത്തിൽ ഒരു കാര്യം കൂടി ആലോചിക്കണം. എവിടെയെങ്കിലും ഇരുന്ന് സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലുമൊക്കെ പരാമർശങ്ങൾ നടത്തുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ നടത്തുകയാണെങ്കിൽ BJP ആണ് കേന്ദ്രത്തിൽ ഇരിക്കുന്നതെങ്കിലും കേരള പോലീസ് UDFന്റെ കയ്യിലാണ്. പഴയ പിണറായി വിജയനല്ല ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. ഉടനടി കേസെടുക്കും. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് പറയുക. RSS ഇദ്ദേഹത്തെ തള്ളിയാൽ മാത്രം പോരാ, പൊതുസമൂഹത്തിന് മുന്നിൽ ഇദ്ദേഹത്തെ കൊണ്ട് മാപ്പ് കൂടി പറയിക്കണം.